അതെ, ഇന്ന് ഈ ചേച്ചി കട തുറന്നില്ലേ? എന്റെ പൊന്നു കുമാറെ, താൻ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കണത്? ആ ചേച്ചി വോട്ട് ചെയ്യാൻ പോയില്ലേ, ഇന്ന് കട തുറക്കുവോ? അയ്യോ, അത് ശരിയാണല്ലോ. അതെ, ഇയാള് വോട്ട് ചെയ്യാൻ പോയില്ലേ? ഞാൻ കാലത്ത് തന്നെ വോട്ട് ചെയ്യാൻ പോയെന്നേ. വോട്ടും ചെയ്തു, ഒരു ലോഡ് ചന്ദനവും കയറ്റി വരുന്ന വഴിയാ. അപ്പോഴാണ് ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചത്. മമ്മൂട്ടി ഇന്ന് വോട്ട് ചെയ്യാനൊന്നും പോയില്ലേ? എന്റെ പൊന്നു ഡബിൾ മോനെ, ഞാൻ ഇപ്പൊ രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയാണ്. നീ എന്തിനാണ് രാജ്യം വിട്ട് പോണേ? വോട്ട് ലിസ്റ്റിൽ എന്റെ പേരിലാണേ. ആരും ഇവന് വെള്ളവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യം കറക്റ്റാ. നാളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്നാ വേവിച്ച? വലിച്ചു കീറി അങ്ങോട്ട് വച്ചൂലേ. വേവിച്ച ഇനിയിപ്പോ ഒരു ചായ കുടിക്കാൻ എന്നാ ചെയ്യണം വേവിച്ച? ഇനിയിപ്പൊ ചായ കുടിക്കണമെങ്കിൽ ഒരു മാർഗമുള്ളൂ. അതായത് നമ്മുടെ തോമസ് ചേട്ടന്റെ കട തുറന്നിട്ടുണ്ടാവും, പുള്ളിന്റെ അടുത്ത് പോയാ ചായ കുടിക്കാം. അപ്പോഴേ രണ്ട് ബുദ്ധിജീവികളും എവിടെ ഇരുന്ന് ആലോചിക്കുക. ഞാൻ തോമസ് സാറിന്റെ കടയിൽ ഇരുന്ന് ആലോചിക്കാം. മമ്മൂട്ടി അങ്ങോട്ട് പോവുമായിരിക്കും അല്ലേ? ഇന്നെന്റെ ശിഷ്യനെ കണ്ടില്ലല്ലോ. എന്റെ കുമാറെ, ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും പണിക്ക് പോവോ? ഇവനൊക്കെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും പണിക്ക് വെക്കേ, പണി നടക്കണമെങ്കിൽ. പണഞ്ഞു തീർന്നില്ല, ആ ആള് ഉണർന്നല്ല. കൊള്ളാം. അതെ, ആശാനെ അച്ഛൻ വന്ന് വോട്ട് ചെയ്തിട്ട് വരുന്നു, കണ്ടായിരുന്നാ? എന്റെ അച്ഛാ, എന്റെ അച്ഛാ, എന്റെ അച്ഛാ. ആശാനെ കാരണം എടാ, എന്നാലും എന്റെ അച്ഛൻ വോട്ട് ചെയ്യാൻ വന്നപ്പോ എന്നെ ഒന്നൊന്ന് കാണാൻ പാടില്ലടാ, എന്നോടൊരു വാക്ക് മിണ്ടാൻ പാടില്ലടാ. എന്റെ പൊന്ന് വേവിച്ച, ഞാൻ എത്രയോ വർഷം എന്റെ അച്ഛന് വേണ്ടി ആലോ മണപ്പുറത്ത് പോയിരുന്നു. ബലിയിട്ടതല്ലേ വേവിച്ച എന്റെ അച്ഛ. നീ ഇതിനെ മാത്രം കരയണ എന്തിനാ? എടാ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ അമ്മ വോട്ട് ചെയ്യാൻ വന്നപ്പോ ഇത് എന്നെ സംഭവിച്ചത്. അന്ന് കരഞ്ഞ് നിലയെ വിളിച്ചു കിടന്നപ്പോഴേ ബൂത്ത് ഏജന്റ് എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്റെ അമ്മയെ കാണിച്ചു തരാം. ഇന്ന് രാവിലെ എന്റെ അമ്മ വന്ന് വോട്ട് ചെയ്യണത് ഞാൻ നേരി കണ്ടുന്നേ. അയാളൊരു കാര്യം ചെയ്യാം, ഇയാക്കടെ ബൂത്ത് ഏജന്റിനോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം അച്ഛനെ വോട്ട് ചെയ്യാൻ വരുമ്പോ അച്ഛനൊന്ന് കാണിച്ചു തരാൻ പറ. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ പറഞ്ഞ അച്ഛനെ കാണാൻ പറ്റുമോ? വന്നേ, എനിക്ക് അനുഭവമുള്ളതാ. ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുക, കള്ളവോട്ട് ചെയ്യാതിരിക്കുക. കള്ളവോട്ട് ചെയ്താൽ ക്രിമിനൽ ഒഫൻസാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക. ജയ് ഹിന്ദ്.